السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الحمد لله. Dear friends, നമ്മൾ ഇന്ന് വെരി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി പറയാൻ പോവാണ്. വെരി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജൂയിഷ് ഫാമിലിയിൽ ജനിച്ച ഒരാൾക്ക് സംഭവിച്ച വലിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റോറിയാണ്. നമ്മൾ ഖുർആനെ കുറിച്ച് കേൾക്കുമ്പോൾ ഖുർആനിലൂടെ ഇൻഫ്ലുവൻസഡ് ആയ കുറേ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ, അത് നമ്മുടെ ക്രിയേറ്റർ ആണല്ലോ, അവൻ്റെ വേർഡ്സ് ആണല്ലോ. അത് സ്വാഭാവികമായിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ നമ്മളെ അത് സ്വാധീനിക്കേണ്ടതുണ്ടല്ലോ. അങ്ങനെ ഖുർആനിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട 2 സ്റ്റോറീസാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അത് ഖുർആൻ്റെ വലിയൊരു സവിശേഷതയെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്ന സ്റ്റോറി ലിയോപോൾഡ് വീസിൻ്റെ സ്റ്റോറിയാണ്. നിങ്ങൾ എത്ര പേർക്ക് ലിയോപോൾഡ് വീസിനെ അറിയാം? ലിയോപോൾഡ് വീസ് ഒരു ജൂയിഷ് ഫാമിലിയിൽ ജനിച്ച ഒരാളാട്ടോ. അവിടെ ജനിക്കുക മാത്രമല്ല, അദ്ദേഹം ജൂയിഷ് ഫാമിലിയിൽ നമ്മൾ ജൂയിഷ് സ്കോളേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, റബ്ബിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ പരമ്പരയിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. എന്ന് മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ നല്ല റിലീജിയസ് എഡ്യൂക്കേഷൻ കിട്ടിയ ഒരാളാണ്. അദ്ദേഹം പിന്നീട് അറബ് ലോകത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ അറബ് ലോകത്തേക്ക് സഞ്ചരിച്ച് അവിടെയുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ, സിറിയ, ഫലസ്തീൻ, ഇങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിലൂടെ, അറബ് കൺട്രീസിലൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്നു. അദ്ദേഹം നല്ലൊരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹം സഞ്ചരിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, കോമൺ ആയിട്ട്. അതിന് ഉത്തരം കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം അറബ് ലോകത്ത് കുറേ കാലം സഞ്ചരിച്ചു, ഇസ്ലാമുമായിട്ടൊക്കെ അടുത്ത് പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തെ ട്രാൻസ്ഫോം ചെയ്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒരിക്കൽ അദ്ദേഹം ബെർലിനിൽ, ജർമ്മനിയിലെ ബെർലിൻ, നമ്മൾ ബെർലിൻ മതിലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവൂലേ, സബ്വേ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. കൂടെ ഭാര്യ എൽസയും ഉണ്ട്. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കാട്ടോ. അവർ നല്ല റിച്ചായ ആളുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു ഹൈ ലെവൽ ക്ലാസ്സിലാണ് എന്ത് ചെയ്യുന്നത്, അവർ സഞ്ചരിക്കുന്നത് ട്രെയിനിൽ. അപ്പോൾ അത് ലിയോപോൾഡ് വീസ് അവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെ മുഖത്തെ ഇങ്ങനെ നോക്കാട്ടോ. അപ്പോൾ ഒരാൾ അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം നല്ല വെൽ ഡ്രസ്ഡാണ്, കണ്ട ഭയങ്കര റിച്ചാന്ന് ഫീൽ ചെയ്യും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഒരു സന്തോഷമില്ല, ഒരു സന്തോഷം കാണാനില്ല. അത് ആലോചിച്ചു, എന്തേ, നല്ല പൈസയും നല്ല ഡ്രസ്സൊക്കെ ഉണ്ട്, പക്ഷേ എന്താ സന്തോഷമില്ലാത്തത്? അടുത്ത് ഇരിക്കുന്ന ഒരു സ്ത്രീയിലേക്ക് അദ്ദേഹം നോക്കി. അവരുടെ മുഖത്തും അങ്ങനെ തന്നെ. അപ്പോൾ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ വൈഫിൽ എൽസയോട് ചോദിച്ചു, ഞാൻ നോക്കി നോക്ക്, ഇവരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം കാണാനുണ്ടോ? അവർ രണ്ടുപേരും ഇങ്ങനെ ഓരോരുത്തരുടെ മുഖത്തേക്കും നോക്കി. പക്ഷേ എല്ലാവരും ടിപ്പ് ടോപ്പാണ് അല്ലേ, അവർ യാത്ര ചെയ്യുന്നത് അത്രയും നല്ല ഒരു ബോഗിയിലാണല്ലോ. അങ്ങനെ ടിപ്പ് ടോപ്പാണ്, വെൽ ഡ്രസ്ഡാണ്, നല്ല പൈസക്കാരാണെന്ന് ഫീൽ ചെയ്യും. പക്ഷെ മുഖത്തൊരു സന്തോഷമില്ല. അല്ല, അദ്ദേഹം പറയുന്നൊരു വേർഡ് ഉണ്ട്, ടോർമെന്റ് ഓഫ് ഹെൽ. ഒരു ഭയങ്കര ദയനീയത ഫീൽ ചെയ്യാണ്. വായ്, അതെന്താ അങ്ങനെ? നമ്മളൊക്കെ വിചാരിക്കുന്നത് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി ആവുന്നല്ലേ. പക്ഷെ ലിയോപോൾഡ് വീസ് കാണുന്ന കാഴ്ച റിയാലിറ്റി അങ്ങനെയല്ല. അങ്ങനെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം ഖുർആനിൻ്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അറബ് ലോകത്ത് ദീർഘമായിട്ട് സഞ്ചരിച്ച ഒരാളല്ലേ. പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ആ ഖുർആൻ ഉടക്കി. ഞാനത് എടുത്തു. എൻ്റെ കയ്യിൽ പെട്ടത് സൂറത്തു തകാസുറാണ്. സൂറത്തു തകാസുർ. അദ്ദേഹം പറയാട്ടോ, ഞാൻ അതിലൂടെ കണ്ണോടിച്ചപ്പോൾ ഫോർ എ മൊമെൻറ്റ് ഐ വാസ് സ്പീച്ച്ലെസ്. അദ്ദേഹം പറയുന്ന കേട്ടോ, സൂറത്ത് തകാസുറിൻ്റെ വരികളിലൂടെ പോയപ്പോൾ ഫോർ എ മൊമെൻറ്റ് ഐ വാസ് സ്പീച്ച്ലെസ്. ഞാൻ സ്തബ്ധനായിപ്പോയി. ഞാൻ തിരിച്ചറിയാണ്, ഇന്ന് ഞാൻ ബെർലിൻ സബ്വേ ട്രെയിനിൽ കണ്ട ആ മനുഷ്യരുടെ മുഖത്തുള്ള ടെൻഷൻ്റെ കാരണം ഈ സൂറ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഈ ഖുർആൻ്റെ ഈ അധ്യായം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം പറയാട്ടോ, അദ്ദേഹം നേരത്തെ അറബികളെ മീറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ വലിയ ആളുകളെ കണ്ടിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ സംസ്കാരത്തെ അടുത്ത് പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സൂറ വായിച്ചപ്പോൾ കിട്ടിയ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. അദ്ദേഹം പറയാണ്, ഞാൻ തിരിച്ചറിയുന്നു, ഇത് ഗോഡ് ഇൻസ്പയർഡ് ബുക്കാണ്, ഇതൊരു ദൈവിക ഗ്രന്ഥമാണ്. 13 നൂറ്റാണ്ട് മുമ്പ് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം, നമ്മൾക്ക് 13 നൂറ്റാണ്ട്
13 സെഞ്ചുറീസ് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന് ഈ സംഭവം നടക്കുന്നത് 1926 അപ്പോൾ ഇന്ന് 2026 അല്ലേ, 100 വർഷം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. അദ്ദേഹം പറയാണ് 13 നൂറ്റാണ്ട് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം ഇന്നും മനുഷ്യരനുഭവിക്കുന്ന ഈ കോംപ്ലിക്കേറ്റഡ് വേൾഡിലെ പ്രശ്നങ്ങളുടെ യഥാർത്ഥ റീസൺ പറഞ്ഞു തരുന്നു. അദ്ദേഹം അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തിന് അതിന് നിമിത്തമായത് ഈ സൂറയാണ്, സൂറത്തു തകാസുർ അല്ലേ? നമുക്കൊന്ന് ഓതിയാലോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹാകുമുത് തകാസുർ حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അദ്ദേഹം ഭാര്യ എൽസക്ക് കാണിച്ചു കൊടുത്തു. എൽസയോട് ചോദിച്ചു, ഇന്ന് നോക്കിയോ, ശരിക്കും നമ്മൾ ട്രെയിനിൽ കണ്ട ആ ആളുകളുടെ മുഖത്തുള്ള ടെൻഷൻ്റെ കാരണം ഇത് നമുക്ക് പറഞ്ഞു തന്നില്ലേ? എൽസയും അത് അംഗീകരിച്ചു. അങ്ങനെ രണ്ടുപേരും ഇസ്ലാം സ്വീകരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം കേട്ടോ, അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിബ്രു ഭാഷ പഠിച്ചിരുന്നു, അരാമിക് അദ്ദേഹത്തിന് അറിയാം, തൽമൂദ് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. തൽമൂദ് എന്ന് വെച്ചാൽ ജൂയിഷ് അവരുടെ വേദഗ്രന്ഥമാണ്, ഒരു ഫിഖ്ഹി ബുക്ക് പോലെ. അങ്ങനെ എല്ലാത്തിലും അവഗാഹം നേടിയ ഒരാൾ, ഇത്രയും മുസ്ലിങ്ങൾക്കിടയിൽ ജീവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത ആൾ, അദ്ദേഹത്തെ ഇസ്ലാമുമായി കണക്ട് ചെയ്യുന്നത് ഖുർആനിലെ ഈ ഒരു സൂറയാണ്. പിന്നീട് അദ്ദേഹം സൗദി രാജാവിൻ്റെ ഒക്കെ ഫ്രണ്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ പഠിക്കാൻ മക്കയിലേക്കുള്ള പാത എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിം മുഹമ്മദ് അസദ് എന്നാണ്. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. വക്കം മുഹമ്മദ് ബഷീർ കശ്മീരിൽ വെച്ചിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്ത കാര്യം ഓർമ്മയുടെ അറകൾ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഖുർആനിലൂടെ ഇൻസ്പയർ ചെയ്യപ്പെട്ട് ഇസ്ലാമിൽ കടന്നു വന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അല്ല മുഹമ്മദ് ഇക്ബാലിനോട് ഉമ്മ പറഞ്ഞു അത്രേ, മോനെ നീ ഖുർആൻ ഓതുമ്പോൾ അള്ളാഹു നിന്നോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഖുർആൻ നിനക്ക് ഇറക്കിയതുപോലെ നീ ഖുർആൻ എന്ത് ചെയ്യുക, ഓതുക. അപ്പോൾ നമുക്ക് അത് വല്ലാത്തൊരു ഫീലായിട്ട് അനുഭവപ്പെടും. ഞാൻ വേറൊരു സംഭവം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പ്രബോധന ദൗത്യവുമായി മുമ്പോട്ട് പോകുമ്പോൾ ഖുറൈശികൾ ഇരുന്ന് ആലോചിക്കുകയാണ്, എന്താ ചെയ്യുക, മുഹമ്മദും ടീമും ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്, നമുക്ക് തടയാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു കാണാണ് മുഹമ്മദ് നബി മസ്ജിദുൽ ഹറാമിലേക്ക് നടന്നു പോവാണ്. അപ്പോൾ ഖുറൈശികളിൽപ്പെട്ട് ഉത്തുബ ബിൻ റബിയ പറയാണെന്ത്, ഞാനൊന്ന് മുഹമ്മദിനോട് സംസാരിച്ച് നോക്കാം, നമുക്കൊരു കോംപ്രമൈസിൽ എത്താൻ പറ്റിയാലോ. അതുപോലെ സമ്മതിച്ചു, ഓക്കെ നിങ്ങൾ സംസാരിച്ചോ. അങ്ങനെ ഉത്തുബ ബിൻ റബിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ നബീനെ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം സൗമ്യമായി സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അതിങ്ങനെ സോപ്പിട്ട് സംസാരിക്കാട്ടോ, മുഹമ്മദ് നീ ഞങ്ങളുടെ ഉന്നത കുടുംബത്തിൽപ്പെട്ടവനല്ലേ, അല്ലേ? ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിൽപ്പെട്ടവനാണ് നബി, അല്ലേ? നീ ഞങ്ങളുടെ നല്ല മനുഷ്യല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാണ്, മുഹമ്മദ് നീ വന്നതിന് ശേഷം, നീ ഇതൊക്കെ പറയാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾക്കിടയിൽ ബന്ധങ്ങളൊക്കെ പ്രശ്നമായില്ലേ. ഇങ്ങനെ കുറേ അസ്വസ്ഥതകളെ കുറിച്ച് പറയാണ്. നബി വല്ലതും ചെയ്തിട്ടുണ്ടോ? നബി എന്താ ചെയ്തത്? ആ സമൂഹത്തിലെ തിന്മകൾ എതിർത്തു, അവരുടെ തോന്നിവാസങ്ങൾ എതിർത്തു. അതവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് നബി കുറ്റവാളിയാണോ? ഒരിക്കലല്ലോ. അങ്ങനെ ഉത്തുബ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, മുഹമ്മദ് ഞാനൊരു കാര്യം പറയാം, ഇത് കേൾക്കണം. ഓക്കെ പറഞ്ഞോളൂ. അങ്ങനെ ഉത്തുബ പറയാണ്, നിൻ്റെ ഉദ്ദേശം, ഉത്തുബ പറയുന്ന വേർഡാട്ടോ, നിൻ്റെ ഉദ്ദേശം വലിയ പൈസക്കാരനാവാനാണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഞങ്ങളെല്ലാവരും കൂടി കുറേ പൈസ സ്വരൂപിച്ചു തരാം, എന്നിട്ട് നീ ഈ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരൻ, ഏറ്റവും റിച്ച് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, നിനക്ക് ഞങ്ങൾ പൈസ ഉണ്ടാക്കിത്തരാം. അപ്പോൾ നീ ആയിരിക്കും ഇവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നൻ. അങ്ങനെ നീ ഇത് പിന്മാറുമോ? പിന്നെ അടുത്ത ഓഫർ പറയാണ്, നിനക്ക് നേതാവാകലാണ് ആഗ്രഹമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെല്ലാം കൂടി ഇന്നെ നേതാവാക്കാം, അല്ലെങ്കിൽ നിന്നെ ഇവിടുത്തെ രാജാവാക്കാം. നീ പറയുന്നതായിരിക്കും, നീ തീരുമാനിക്കുന്നതായിരിക്കും ഇവിടുത്തെ നിയമം. പിന്നെ പറയാണ്, മുഹമ്മദേ നിനക്ക് വല്ല പ്രേതബാധയോ ജിന്നുബാധയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചികിത്സ ശരിയാക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ പറയുമ്പോൾ ചില പ്രകോപിതരല്ലോ മനുഷ്യന്മാർ അല്ലേ, നമുക്കെന്താ അസുഖം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗമ്യമായി കേട്ടിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി ഞാൻ കുറച്ച് കാര്യം പറയാം, അത് നിങ്ങൾ കേൾക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറ ഫുസ്സിലത്തിലെ കുറച്ച് ആയത്തുകൾ ഓതാണ്. അതേ ചെയ്തുള്ളൂ, വേറൊന്നും പറഞ്ഞില്ല. സൂറ ഫുസ്സിലത്തിലെ കുറച്ച് ആയത്തുകൾ ഓതാണ്. ആദ്യത്തെ 5 ആയത്തുകൾ ഓതി. ഉത്തുബ അതിങ്ങനെ സശ്രദ്ധം കേട്ടിരുന്നു. ഇതൊക്കെ വല്ലാത്തൊരു ഫീലായി. അങ്ങനെ ഓതി കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഉത്തുബയോട്, നിങ്ങൾ പോയിക്കോ. പക്ഷേ ഉത്തുബ ഈ ആയത്തുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സാകെ മാറി. അല്ലേ, എന്തുകൊണ്ടായിരിക്കും അത് ഖുർആൻ്റെ ഒരു സ്വാധീനമാണ്. എന്നെ സംഭവിക്കുന്നത് എന്താണെന്നോ, അങ്ങനെ ഉത്തുബ ഖുറൈശികളിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഖുറൈശികൾ ഇങ്ങനെ കാത്തിരിക്കുക, ഉത്തുബ നബീനോട് സംസാരിക്കാൻ പോയി, ഇതേ വരുന്നുണ്ട്. അങ്ങ് ഉത്തുബേനെ കണ്ടപാടാണ് ഓൾക്ക് മനസ്സിലായത് ഇത് പണി പാളിയെന്നാ തോന്നുന്നു കേട്ടോ. കാരണം അങ്ങോട്ട് പോയാൽ ഉത്തുബ ഇങ്ങോട്ട് വരുന്നത്, ഉത്തുബയും മുഹമ്മദിൻ്റെ വലയിൽ പെട്ടുന്ന തോന്നട്ടോ എന്നൊരു ഫീലിംഗ് അവർക്ക് ഉത്തുബനെ കാണുമ്പോൾ തന്നെ ഉണ്ടായി. അങ്ങനെ ഉത്തുബ വന്നു, എന്തായി? അങ്ങനെ ഉത്തുബ പറയാൻ തുടങ്ങാം കേട്ടോ. ഉത്തുബ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ കേട്ട വചനങ്ങളുണ്ടല്ലോ, അതൊരു സാധാരണ വചനങ്ങളല്ല കേട്ടോ, അത്ഭുതകരമാണ്. ഉത്തുബ എന്നിങ്ങനെ വർണ്ണിക്കുകയാണ്. എൻ്റെ ഉത്തുബ പറഞ്ഞു, നമുക്ക് നല്ല കാര്യം എന്താണോ, നമുക്ക് നല്ലത് മുഹമ്മദിനെ അദ്ദേഹത്തിൻ്റെ പാട്ടിനൂടെ. ഉത്തുബ ആകെ മാറാൻ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ പറഞ്ഞുകൊണ്ടല്ല, ഈ ഖുർആനിക വചനങ്ങൾ കേട്ടോണ്ടാ. ഉത്തുബ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, മുഹമ്മദിനെ വെറുതെ വിടാം. ഇനി അറബികൾ ആരെങ്കിലും അദ്ദേഹത്തെ തടഞ്ഞോട്ടെ. പക്ഷേ ഇനി അഥവാ മുഹമ്മദ് വിജയിക്കാന്ന് വിചാരിക്കാം, ഈ ദൗത്യം വിജയിക്കാന്ന് വിചാരിക്കാം, അതിൻ്റെ ഗുണഭോക്താക്കൾ നമ്മൾ കൂടിയാകും. അതിൻ്റെ സൗഭാഗ്യം നമുക്കും അനുഭവിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് മുഹമ്മദിനെ നമുക്ക് വെറുതെ വിടാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ ഒരാൾ എന്താ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദേശ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോവാണ്. പക്ഷെ അവസാനം എന്താ സംഭവിക്കുന്നത്? അദ്ദേഹം പോലും ഖുർആന്റെ വശ്യശക്തിയിൽ എന്ത് ചെയ്യുന്നു അല്ലേ, ഖുർആനിൽ അതിനൊരു മാസ്മരികതയിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് അദ്ദേഹം മാറാണ്. ഇതാണ് ഖുർആന്റെ പ്രത്യേകത. സൂറ ഫുസ്സിലത്തിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഉത്തുബ ഓതിയത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓതാം അല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം حميم تنزيل من الرحمن الرحيم كتاب فصلت آياته قرآنا عربيا لقوم يعلمون بشيرا ونذيرا فأعرض أكثرهم فهم لا يسمعون وقالوا قلوبنا في أكنة مما تدعونا إليه وفي آذاننا وقر ومن بيننا وبينك حجاب فاعمل إننا عاملون. ഇതാണ് ഉത്തുബയുടെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തത്. നിങ്ങൾ ഈ ആയത്തുകളിലൂടെ ഒന്ന് കണ്ണോടിക്കണം കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാം. നമ്മളും മനസ്സിരുത്തി അള്ളാഹുവിൻ്റെ കലാം എന്ന ഒരു വാല്യൂ കൊടുത്തുകൊണ്ട് ഖുർആൻ ഒന്ന് കേട്ടു നോക്ക്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളത് എൻജോയ് ചെയ്യും അല്ലേ. നമ്മൾ നിസ്കരിക്കുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്, ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ റബ്ബ് നമ്മോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? അത് ഖുർആനിലൂടെയാണ്. പക്ഷെ എൻ്റെ പ്രത്യേകത എന്താണെന്നോ, അള്ളാഹു എനി ടൈം എപ്പോഴും നമ്മൾ സംസാരിക്കാൻ റെഡിയാണ്. എങ്ങനെ സംസാരിക്കുക? വിശുദ്ധ ഖുർആനിലൂടെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ കേൾക്കാൻ റെഡിയാണെന്നാണ് അള്ളാഹു നോക്കുന്നത്. പഠിച്ചവന് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അള്ളാഹു പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് ലിയോപോൾഡ് വിസിന് സംഭവിച്ചതുപോലെ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ,
നമ്മുടെ ലൈഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഉണ്ടാക്കി തരട്ടെ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.